നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ശ്രീദേവി പെട്ട് നിൽക്കുവാണ് അനുശ്രീയുടെ അലോകിന്റെ മുന്നിൽ. അപ്പൊ അവരുടെ ടേബിളിൽ ഓർഡർ എടുക്കാനായിട്ട് വന്നാണ്. അപ്പൊ ആ ടേബിളിലെ കാര്യങ്ങൾ 5-ാം നമ്പർ ടേബിളിലെ കാര്യങ്ങൾ നോക്കുന്ന നളിനിയായിരുന്നു. നളിനി ലീവായിരുന്നെന്ന്. അപ്പൊ മാനേജറാണ് പറഞ്ഞത് ശ്രീദേവിയോട് പോയി ഓർഡർ എടുക്കാനായിട്ട്. ഒരു നിമിഷം ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. തിരിഞ്ഞു ഓടാനും പറ്റാത്തൊരവസ്ഥയിലേക്ക്. ദൈവമേ, അവര് തന്നെ കണ്ടോ? പക്ഷെ അവർ ഈ ലോകത്തെങ്ങും ആയിരുന്നില്ല. കാരണം അലോകും അനുശ്രീയും ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ പോലെ അവർ പരസ്പരം മുഖം നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ശ്രീദേവിയെ കണ്ടില്ല. ആ ഗ്യാപ്പിൽ ശ്രീദേവി എന്ത് ചെയ്യണം? അകത്തേക്ക് കയറി ഓടി ചെല്ലുവാണ്. ഓടി ചെന്നിട്ട് ഇപ്പൊ ശ്രീദേവി ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് പുറത്തേക്ക് നോക്കുവാണ്. ദൈവമേ, അവര് തന്നെ കണ്ടില്ല എന്ന് തോന്നേ. കണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കള്ളത്തരം കൈയോടെ പിടികൂടിയാരം. അതൊക്കെ ഓർത്ത് ഭയങ്കര പേടിയായി. അപ്പോഴേക്കും വനജ വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ ദേവി ഓർഡർ എടുക്കാൻ പോയിട്ട് തിരികെ വന്നേ? ഓർഡർ എടുത്തില്ലേന്ന് ചോദിക്കുക. ചേച്ചി ചേച്ചി പ്ലീസ് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരാമോ? എന്താ? ആ ടേബിൾ 5-ലെ ഓർഡർ ഒന്ന് എടുക്കാവോന്ന് ചോദിക്കുക. ഞാനാ? നീ എടുക്ക, ഞാൻ അപ്പുറത്ത് ഓർഡർ എടുത്തുകൊണ്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നീ കണ്ടില്ലേ? ചേച്ചി പ്ലീസ് ചേച്ചി ഒരു കുറച്ച് സമയത്തേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യേച്ചി. അല്ല നിന്റെ പ്രശ്നം എന്താ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരും. വല്ലാത്തൊരു തലവേദന, മൈഗ്രൈനാന്ന് തോന്നാ ചേച്ചി. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. മാനേജർ എങ്ങാനും കണ്ട ഇപ്പൊ ചീത്ത പറയും. ശ്രീദേവിക്കറിയാം തന്നോട് പറഞ്ഞിരിക്കുന്ന ജോലിയാ. വനജ പറഞ്ഞു, ഈ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് തലവേദന വരുന്നുണ്ടല്ലോ. അത് ചേച്ചി അങ്ങനെ ഒരു വിധത്തിൽ വനജ പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നു. അലോകനോടും അനുസരോടും ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം ബിരിയാണിയാണ് അലോക് ഓർഡർ ചെയ്തത്. അങ്ങനെ ബിരിയാണിക്ക് ഓർഡറൊക്കെ എടുത്ത് തന്നെ ചെന്നു. ദൈവമേ, ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു സമയത്തോ പോകുള്ളൂ. അത്ര സമയം താൻ അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കുന്നത് എങ്ങനെയാ? മാനേജർ എങ്ങാനും വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി തന്റെ ജോലി ഇവിടെ തീരും. ആ ഒരു ടെൻഷനിലാടാ. അങ്ങനെ ബിരിയാണിയൊക്കെ കിട്ടി. അലോകും അനുസരിയെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പൊ അനുസരിക്ക് വിശപ്പണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിയത് പോലും. അലോക് പറഞ്ഞു, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച പോലും ഒരു കാര്യം സംസാരിക്കാൻ വേണ്ട. എന്താ അലോകെ? ആദ്യം കഴിക്കുക, അതിനുശേഷം പറയാം. കഴിക്കുന്നതിന് മൂഡ് കളയണ്ട. അപ്പോഴേക്കും അനുസരി പറഞ്ഞു, ഇപ്പൊ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നീ ഉടയ്ക്കുന്നു വിചാരിച്ച അമ്മ ഇരിക്കുന്നേ. ആ ഒരു ധൈര്യമാണ് എനിക്കിപ്പോ ഉള്ളത്. എങ്ങാനും പിടിക്കപ്പെട്ട തീർന്നു അലോകെ. ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയണ. അങ്ങനെ അവരിടുന്ന് ആഹാരം കഴിച്ച് പുറത്തിറങ്ങുന്നോടം വരെ ശ്രീദേവി അകത്ത് ടെൻഷനോടെ കാത്തിരിക്കുക. അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രീദേവിക്ക് ഒരു സമാധാനമായത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സാ. എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിലോ? പക്ഷെ ശ്രീദേവിയെ കുടിക്കാൻ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അലോകും അനുസരിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? ഈ കുടുംബത്തിലുള്ളവര് തമ്മിൽ ബദ്ധ ശത്രുക്കളാ. ആ സമയത്ത് ഇവര് രണ്ടുപേരും അടുപ്പത്തിലാണോ? അങ്ങനെയാണെങ്കിൽ ബാലച്ചനെ അമ്മ എല്ലാരും കൂടെ പറ്റിച്ചോണ്ടിരിക്കുവല്ലേ? ഇത് വീട്ടിൽ പറയാനും പറ്റില്ല. ഇത് പറഞ്ഞിട്ടുണ്ട് പ്രശ്നമാകോ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ട്. പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് മിണ്ടണ്ട. ഒരു പക്ഷേങ്കില് താൻ എങ്ങനെ പറഞ്ഞ എവിടെ വെച്ച് കണ്ടു എങ്ങനെയാന്നുള്ള ചോദ്യങ്ങൾ വരും. തന്റെ കള്ളത്തരം പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് ശ്രീദേവി പിന്നെ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് പോലില്ല. അതേസമയം കടയിൽ ബാലൻ ആകെപ്പാടെ അക്ഷമനായിട്ട് ഇരിക്കുകയാണ്. ബാലന്റെ മനസ്സിൽ പല പല ചിന്തകളോ. തന്നെ ആരും ചതിച്ചിരിക്കുന്നു. അവൻ മിത്രയും കൊണ്ട് എക്സാം എഴുതാൻ പോയിരിക്കുന്നു. തന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചിട്ട്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. രണ്ടിനും കൈകോടെ പിടികൊണ്ടണം. വരട്ടെ ഇങ്ങോട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ബാലൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ധർമ്മനോട് ആകാശ് പറഞ്ഞു, മാമ മിക്കവാറും ഉടനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും എന്ന് പറയണ. ട്രാൻസ്ഫറോ? ആർക്ക്? അല്ല ദേവമംഗലത്തെ മരുമോൾക്ക്. ആർക്ക്? മീനാക്ഷിക്കോ? മീനാക്ഷിക്ക് എന്താണ് ട്രാൻസ്ഫറോ? ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടാൻ വഴിയുണ്ട്. പണിഷ്മെന്റ് ട്രാൻസ്ഫറോ? അപ്പൊ ആകാശം എന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മീനാക്ഷിക്ക് ട്രാൻസ്ഫർ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മന്ത്രിയെ പോയി കാണണം. അതിന് താനും അച്യുതനും കൂടെ പോയി മന്ത്രിയെ കാണും. പിന്നെ ഇതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ എങ്കിൽ അത് ഇവിടെ പറയാൻ പറ്റില്ല, ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആകാശ് ഒരു തന്ത്രം ഇറക്കി. ആകാശ് പറഞ്ഞ തന്ത്രം മറ്റൊന്നായിരുന്നില്ല. കൃഷ്ണമംഗലംകാരെ സഹായിക്കുന്ന, കാരണം ശത്രുക്കളെ സഹായിക്കുന്നതിന്റെ പേരിലാണ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് പോകുന്നത് എന്ന് ബാലന്റെ കേൾക്കാനാണ് പറയണേ. അല്ലെങ്കിൽ മിക്കവാറും തന്നെ സംശയിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. കൃഷ്ണമംഗലംകാരാണ് പണി കൊടുത്തേ എന്നൊരു രീതിക്കാണ് ആകാശം ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ താനും കൂടെ കുടുങ്ങൂലോ. മീനാക്ഷിക്ക് ട്രാൻസ്ഫർ കിട്ടി കഴിയുമ്പോൾ താനും കൂടെ ചേർന്നങ്ങാനും വന്ന് മീനാക്ഷി പറഞ്ഞാൽ തീർന്നു. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, അല്ല
എന്താടാ നീ അങ്ങനെയൊക്കെ പറയണേ? അതെ, അവരുടെ ക്വാറിക്ക് സാങ്ഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ എങ്ങാണ്ട് ട്രാൻസ്ഫർ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഉറപ്പായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോഴേക്കും ബാലൻ ചെവി കൂർപ്പിച്ചു. അങ്ങനെയോ? ഏ, ഇനിയിപ്പം അവള് മീനാക്ഷി അവരോടൊപ്പം എങ്ങനെ ചേർന്നിട്ടുണ്ടോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആകാശം തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തേ. ബാലൻ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇതേ സമയം മിത്രയാനും ഭയങ്കര സന്തോഷത്തിലാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആരിനെ ആദ്യം ചെയ്ത് എന്താ മിത്രയും കൂട്ടിക്കൊണ്ട് പോയാലും റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ പോയി ബോളിയും പായസമൊക്കെ പാഴ്സൽ വാങ്ങുവാണ്. അപ്പം അത് പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് പറഞ്ഞു. പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് അവർ ബീച്ചിലേക്ക് വരുവാണ്. അപ്പം തിരുവനന്തപുരത്ത് വരെ വന്നതല്ലേ, ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇനി ലോറി നന്നാക്കാനായിട്ട് കുറേ സമയം കൂടെ താമസമുണ്ട്. അപ്പം ആ ഉള്ള സമയം എൻജോയ് ചെയ്യുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബീച്ചിൻ്റെ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ. ആര്യം പറഞ്ഞു, പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുവാണല്ലോ. അതല്ല ആര്യ, നമുക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം നമ്മൾ കുറേ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തത്ര സന്തോഷമാണെന്നറിയാവോ. ഇന്നലെ വരെ മനസ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം ആ ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് പോയി. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അതെന്താ? എനിക്കറിയായിരുന്നു ഉറപ്പായിട്ടും എക്സാം എഴുതാൻ പറ്റുമെന്ന്. പിന്നെ ഇന്ന് ജസ്റ്റ് മിസ്സാ. ഇത്രയും കൂടെ വൈകിയായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയന. ശരിക്കും പറഞ്ഞ ആ വ്ളോഗർ നമ്മളോടൊപ്പം വന്നോണ്ടാ ആ വീഡിയോസൊക്കെ അവിടുത്തെ സാറിനെ കാണിച്ചു കൊടുത്തോണ്ടല്ലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയത്. അത് ശരിയാ. അതെ, നീ ബോള് കഴിക്കുക. മിത്രയോട് പറഞ്ഞു, ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ വാരിത്തരാന്ന് പറയണം. വാരിത്തരാനാ? അതെ, ഞാൻ വാരിത്തന്നാ എന്തോ കുഴപ്പം? ഞാൻ വാരിത്തരാന്ന് പറഞ്ഞ് ആരും വാരി കൊടുക്കണം. ആരും വാരി കൊടുക്കുന്ന സമയത്ത് മിത്രയുടെ മുഖത്തേക്ക് നോക്കി. ഇതിനു മുമ്പൊന്നും ആന് ഇത്ര സ്നേഹം തോന്നിയിട്ടില്ല മിത്രയോട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവര് എക്സാം എഴുതാൻ വന്നതിന് ശേഷം ആന് എന്തോ ഒരു പ്രത്യേക അടുപ്പം മിത്രയോട് തോന്നുന്നുണ്ട്. ഒരു ഭാര്യയോടെ ഉള്ള ഒരു അടുപ്പം തോന്നുന്നുണ്ട്. അത് മിത്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ആന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ആ ഒരു അടുപ്പം മിത്രയ്ക്ക് തോന്നുകയും ചെയ്തു. മിത്ര വെച്ച്, എന്തായാലും ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. അല്ല എന്തുകൊണ്ട്? ഒന്നുമില്ലാന്നേ, നീ കഴിക്കാനൊക്കെ പറയണ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയം ആര്യം പറഞ്ഞു, ഇനിയിപ്പോൾ അധികം വൈകാതെ എക്സാം റിസൾട്ടൊക്കെ വരും. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് കയറുവാണെങ്കിൽ പിന്നെയുള്ളത് ഫിസിക്കലാണ്. പിന്നെ ഇന്ന് സാറ് പറഞ്ഞു കേട്ടോ, ഉറപ്പായിട്ട് നീ ഫിസിക്കൽ പാസ്സാവുമെന്ന്. അത് ഫിസിക്കൽ പാസ്സാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായ. പക്ഷെ നിനക്ക് പ്രതീക്ഷയല്ലേ ഉള്ളൂ, എനിക്ക് ഉറപ്പുണ്ട് നീ ഫിസിക്കൽ പാസ്സാവുമെന്ന്. പക്ഷേ എനിക്കൊരു പേടി, അങ്കിളെങ്ങാനും ഇനി പ്രശ്നം ഉണ്ടാക്കുന്ന. എന്ത് പ്രശ്നം? അല്ല, എക്സാം എഴുതാൻ പോയേനെ. എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? അച്ഛൻ അറിയാൻ പോകുന്നില്ല. ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വീട്ടിലെല്ലാവരും അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രയെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം അനുശ്രീ അലോകം കൂടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്നു. വന്ന് ഇനിയിപ്പോൾ അനുശ്രീ ചോദിച്ചു, എന്താ അലോകെ? അലോകൻ എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ പറയാം. കാരണം വീട്ടിൽ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതും കൂടെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറയാൻ പോവാ. എൻ്റെ കാര്യമോ? അതെ. വീട്ടിൽ പറഞ്ഞ് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നീ പറ. അതിനൊരു മറുപടി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചേ. അപ്പോഴേക്കും അനുസരിച്ച് ഞാൻ എന്താ ആലോകം പറയണ്ടേ? നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ? പിന്നെ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ? അതൊക്കെ എനിക്ക് അറിയണമെന്ന് പറയാം. അനുസരിച്ച് പറഞ്ഞ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ എന്താ മറുപടി പറയണേ? പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അലോക് മാത്രമായിരിക്കും. അലോകിന്റെ ചതിയെക്കുറിച്ചൊന്നും അനുസരിക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ വേറെ ഏത് കല്യാണം വന്നാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അലോകിനെ മാത്രമായിരിക്കും. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഉറപ്പാണല്ലോ അല്ലേ? അതെ. ഇനി വാക്ക് മാറുമോ? വാക്കൊന്നും മാറത്തില്ല. ഞാൻ പ്രോമിസ് പറഞ്ഞാൽ പ്രോമിസ് തന്നെയാ. പക്ഷെ വീട്ടിലുള്ളവർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? വീട്ടിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിലോ അലോക് വിളിച്ചാൽ മതി, എങ്ങോട്ട് വേണം വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങി വരാമെന്ന് പറയാണ്. അപ്പോൾ ഗോമതിയുടെ അതേ സ്വഭാവം തന്നെയാണ് അനുശ്രീ കാണിക്കുന്നത്. ഗോമതി വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയതല്ലേ. അപ്പോൾ ആ ഒരു തന്നെയാണ് അനുശ്രീ. അലോകിന് സന്തോഷമായി. ഇവൾ തൻ്റെ വരുതിയിലായി കഴിഞ്ഞു. ഇനി കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാണ് എന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ അനുശ്രീ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോമതിയും മീനാക്ഷിയും കൂടെ സംസാരിക്കുന്ന സമയത്താണ് അനുശ്രീ അങ്ങോട്ട് ചെല്ലുന്നത്. അനുശ്രീയെ കണ്ടപടി തന്നെ മീനാക്ഷി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു സെമിനാറൊക്കെ? നല്ല സെമിനാർ ആയിരുന്നോ? പെട്ടെന്ന് അനുശ്രീ ഒന്ന് ഞെട്ടി. നല്ലായിരുന്നു. അല്ല, എവിടെ വെച്ചായിരുന്നു സെമിനാർ? ആ ചോദ്യം കേട്ട് ഇനിയിപ്പോൾ അനുശ്രീ വല്ലാത്തൊരു പകപ്പോട് കൂടിയിട്ട് ഗോമതിയെയും മീനാക്ഷിയെ നോക്കണം. എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. താൻ പറഞ്ഞ കള്ളത്തരം കാര്യം ഇനി അവർക്ക് സംശയം തോന്നിയാലോ എന്നൊരു ചിന്തയുണ്ട്. തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുമെന്നുണ്ട്. കാരണം മീനാക്ഷി അടുത്തേക്ക് സംശയം തോന്നിയേ തീർന്നു. ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്നറിയാം. അതുകൊണ്ട് അവരുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ട് നാളെ രാവിലെ വരാട്ടോ. അപ്പൊ അതിനകത്ത് എല്ലാ വിശേഷങ്ങളും ഉണ്ട്. ഇനി ഇത്രയും കാലം മൂടി വെച്ച ഉദയഭാനുവിന് ചതി ബാലൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ ശ്രീദേവി എന്തായതെന്നുള്ള കാര്യമൊക്കെ ആനന്ദും അറിയുവാണ്. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.